സംസ്ഥാനത്ത് നിപ്പയിൽ ആശ്വാസം. ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 3 പേരുടെ ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. സംസ്ഥാനത്ത് നിപ വൈറസ് വ്യാപിച്ചിട്ടില്ലെന്നും ഇതുവരെ ലഭിച്ച പരിശോധനാ ഫലങ്ങളെല്ലാം നെഗറ്റീവാണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പ്രതികരിച്ചു. നിലവിൽ കേന്ദ്ര സംഘം കോഴിക്കോടെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം നിപ പ്രതിരോധത്തിൽ ആരോഗ്യവകുപ്പിന് വീഴ്ചയെന്നാരോപിച്ച് CPM പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. നിപ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 3 പേരുടെ ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ നിപ ഇതുവരെ വ്യാപിച്ചിട്ടില്ല. ഇതുവരെ നടത്തിയ എല്ലാ പരിശോധനകളും നെഗറ്റീവായിരുന്നു. ഇപ്പോൾ വെന്റിലേറ്ററുള്ള രോഗി അതേ കണ്ടീഷനിൽ തന്നെ തുടരുകയാണ്. നിലവിൽ രോഗം ബാധിച്ചയാൾ വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. അതേസമയം കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. മെഡിക്കൽ കോളേജിൽ സംഘം യോഗത്തിൽ പങ്കെടുത്തതിനു ശേഷം സിവിൽ സ്റ്റേഷനിലെ നിപ കൺട്രോൾ റൂം സന്ദർശിച്ചു. മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നിപ അവലോകന യോഗം ചേർന്നിരുന്നു. മുമ്പ് നിപ ബാധയുണ്ടായപ്പോൾ സ്വീകരിച്ച പ്രതിരോധ നടപടികൾ തുടരണമെന്നും പ്രതിരോധ നടപടികൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. അതിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന അത് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തതായിട്ടാണ് യോഗത്തിൽ വിലയിരുത്തപ്പെട്ടത്. പൊതുവെ വലിയ രീതിയിൽ കൂടുതൽ സ്പ്രെഡോ വ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ള അനുമാനത്തിലാണ് ഉള്ളത്. ജില്ലയിൽ സന്ദർശനത്തിനെത്തിയ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സംഘവുമായി മന്ത്രി ആശയവിനിമയം നടത്തി. അതേസമയം നിപ കൺട്രോൾ റൂമിൽ നിന്നും കണ്ടെയ്ൻമെന്റ് സോണിലെ ആളുകളെ വിളിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് MLA PM മുഹമ്മദ് റിയാസ് നിപ കൺട്രോൾ റൂമിന് മുന്നിൽ പ്രതിഷേധിച്ചു. കലക്ടറെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞപ്പോഴും വകുപ്പ് തല അനുമതിയില്ലെന്ന് പറഞ്ഞതോടെ MLA പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ അകത്തേക്ക് വിളിപ്പിച്ച് സംസാരിച്ചു. കൺട്രോൾ റൂമിൽ നിന്നും ക്വാറന്റൈനിലുള്ളവരോട് സംസാരിക്കാൻ അനുമതിയില്ലെന്നറിഞ്ഞതോടെ പ്രതിഷേധമറിയിച്ച് MLA തിരിച്ചു പോവുകയായിരുന്നു. ജനങ്ങളുടെ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ ഇവിടുന്ന് ഫോൺ ചെയ്യൽ കുറവാണ്, ഇവിടുന്ന് ഫോൺ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു. MLA എന്നുള്ള നിലയിൽ നമ്മളും ജനങ്ങളോട് സംസാരിക്കാമല്ലോ, അല്ലാതെ തന്നെ ആളുകൾ സംസാരിക്കുന്നുണ്ടല്ലോ. അതിവിടെ ഇരുന്ന് സംസാരിക്കാൻ ഒരു 3-4 ആളെ വിളിക്കാൻ പറഞ്ഞാൽ അങ്ങനെ വിളിക്കാൻ പാടില്ല. ഇതിനിടെ നിപ പ്രതിരോധം പാളിയെന്നാരോപിച്ച് CPM-ഉം രംഗത്തെത്തിയിട്ടുണ്ട്. ഹൈറിസ്ക് വിഭാഗത്തിൽ 16 പേരും ലോ റിസ്കിൽ 67 പേരും ഉൾപ്പെടെ നിലവിൽ 87 പേരാണ് പട്ടികയിലുള്ളത്. സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരെയും ദിവസം 2 നേരം കൺട്രോൾ റൂമിൽ നിന്നും വിളിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിപ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാമനാട്ടുകര നഗരസഭയിലെ 5ാം ഡിവിഷനിലുള്ള 300-ലേറെ വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ സർവേ നടത്തി. പനിയുള്ള 12 പേരെ ഇവിടെ നിന്നും കണ്ടെത്തിയിരുന്നു. എന്നാൽ നിപയുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ ഇവരിൽ കണ്ടെത്തിയിട്ടില്ല. രാമനാട്ടുകര നഗരസഭയിൽ ഇന്നും RRT യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.